ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കും ഒരു കുഞ്ഞു വ്ളോഗായാലോ. അപ്പോൾ അതാ ഹോട്ടലിലേക്കുള്ള ബ്രെഡ് പൊരിച്ചെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മുട്ട പുഴുങ്ങിയത്, പിന്നെ ചപ്പാത്തി ഞാൻ പരത്തി കൊടുത്തു. പൊറാട്ട കല്ലിൽ ഒക്കെ ചുട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ പൊറാട്ടയുണ്ട്. പിന്നെ ഇതാ കുരുമുളകൊക്കെ ഇട്ട് നല്ല വറ്റിച്ചെടുത്ത ബീഫാണ് കേട്ടോ അത്. പിന്നെ അതൊക്കെ കഴിഞ്ഞൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കിട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവരുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്യാമെന്ന് കരുതി. ഞാൻ അവർ ഇടാൻ നേരത്തെ തന്നെയാണ് കേട്ടോ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അവർ രണ്ടാളും എണീറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ മോനെ കുളിപ്പിച്ച് ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ രണ്ടാളും യൂണിഫോമൊക്കെ ഇട്ട് ചപ്പാത്തിയും കടലക്കറിയും കഴിക്കുകയാണ്. 8:30 ആകുമ്പോഴേക്കും വണ്ടി വരും. അപ്പോൾ അവരുടെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മോളുടെ മുടി കെട്ടി കൊടുക്കാമെന്ന് കരുതി. നനഞ്ഞ മുടി ആയതുകൊണ്ട് വെറുതെ കെട്ടി വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടാക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ മുടിയൊക്കെ പിന്നി വെച്ച് കൊടുത്തിട്ട് ഇതാ മഫ്ത ഇട്ട് കൊടുക്കുക കേട്ടോ. മഫ്ത ഇട്ടിട്ടാണ് സ്കൂൾക്ക് പോകാൻ പാടുള്ളൂ. അവൾ പഠിക്കണ സ്കൂളിൽ തന്നെ അവൾക്ക് മദ്രസയുണ്ട്. അപ്പോൾ രണ്ടാളിനെയും പുറപ്പെടുവിച്ച് വണ്ടി വരാറായി. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ വീടൊക്കെ അടിച്ചു വാരിയിട്ടു. ഇനി ഉച്ചക്കലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. മട്ടൻ ബിരിയാണി ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് ഇക്കയാണ് കേട്ടോ കഴുകി തന്നത്. പിന്നെ അതുപോലെ തന്നെ ഇക്ക ഉള്ളി കട്ട് ചെയ്ത് തന്ന് അങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ടൊക്ക. അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുകയാണ്. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല. മട്ടൻ ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ മസാല ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ ഇവിടെ മസാല അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ചോറ് റെഡിയാക്കണം. പുറത്താണ് കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ ദമ്മിടുകയാണ് ചെയ്യുക. അപ്പോൾ അതാ വെള്ളം ഏകദേശം തിളച്ച് വന്നു. കൈമ റൈസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അരി തന്നെ നല്ലൊരു ബിരിയാണിയുടെ സ്മെല്ലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ വെള്ളമൊക്കെ തിളച്ച് നമ്മൾ അരിയൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ബിരിയാണിയും കൊണ്ട് പോയി. വീണ്ടും ഒരുപാട് പാത്രങ്ങൾ കഴുകാനായി. അതും കഴുകിയെടുത്തു കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എന്താ നല്ല സ്രാവ് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മയും അനിയത്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ പൂരമായതുകൊണ്ട് അതുപോലെ തന്നെ സ്രാവ് പൊരിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ഇതാണ് കേട്ടോ. മട്ടൻ ബിരിയാണി ഞങ്ങളാരും കഴിക്കാത്തതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ നല്ല കണ്ണിമാങ്ങ അച്ചാറിട്ടതും. അച്ചാർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ആ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.